വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഒരു 22ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്, അതായത് സ്ഥിരമായി ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ചില ചോദ്യങ്ങളും കൂടെ പരീക്ഷയ്ക്ക് കാണുന്നുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സിന്റെ 60 ഡേയ്സ് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പഠിക്കുകയും ചെയ്യും, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും കൂടെ അതിൽ ഉൾപ്പെടുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും, ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ കെ സ്മാർട്ടിന്റെ പ്രത്യേകത ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത, അതുപോലെ തന്നെ സുതാര്യത എന്നിവ വർദ്ധിപ്പിക്കാൻ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, അല്ലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്തിന്റെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്? ഒന്ന്, സുതാര്യത വർദ്ധിപ്പിക്കുക. അടുത്തത് കാര്യക്ഷമത വർദ്ധിക്കുക. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സുതാര്യത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചേക്കണേ. ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത്? കെ സ്മാർട്ട്. കെ സ്മാർട്ടിന്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ. എന്താണ് ആദ്യത്തത്? കേരള, അല്ലെ? കേരള എന്താണ്? സൊല്യൂഷൻ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ്. എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് കെ സ്മാർട്ടിന്റെ പൂർണ്ണ രൂപം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യ സംവിധാനമാണ്. എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ പൊതുവായിട്ടുള്ള സർവീസസും എങ്ങനെ ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെ സ്മാർട്ട് എന്ന് വിളിക്കുന്നത്. ഈ കെ സ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയനാണ്, അല്ലെ? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 2024 ജാനുവരി മാസം 1-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ്. എന്താണ്? ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യം, കെ സ്മാർട്ടിന്റെ ആപ്തവാക്യം. അപ്പോ സംസ്ഥാനത്തുടനീളമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ലോക്കൽ മാനേജ്മെന്റ് സിസ്റ്റത്തെ, അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇന്റഗ്രേറ്റഡ് ലോക്കൽ മാനേജ്മെന്റ് സിസ്റ്റത്തെ സംയോജിപ്പിച്ചിട്ടാണ് എന്ത് രൂപീകരിച്ചത്? കെ സ്മാർട്ട് രൂപീകരിച്ചത്. അപ്പോ നമുക്ക് ILGMSന്റെ എന്തെന്ന് വിളിക്കാം? രണ്ടാം പതിപ്പ് എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? കെ സ്മാർട്ടിനെ വിശേഷിപ്പിക്കാം. അപ്പൊ കെ സ്മാർട്ടിനെ കുറിച്ച് ഏകദേശം ധാരണയായോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സുതാര്യത വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2024 ജാനുവരി മാസം 1-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത എന്താണ്? രാജ്യത്തെ തന്നെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതു സംവിധാനങ്ങളെല്ലാം ഓൺലൈൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അല്ലെ? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നുള്ളതാണ് അതിന്റെ ആപ്തവാക്യം, അല്ലെ? ഇത് ILGMS. എന്താണ് ILGMS? ഇന്റഗ്രേറ്റഡ്
ലോക്കൽ ഗവേൺസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ, അതാണ് ILGMS, അതിന്റെ രണ്ടാം പതിപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് എന്തിനെ? കെ സ്മാർട്ടിനെ ട്ടോ. അപ്പൊ സംസ്ഥാനത്തുടനീളമുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്തുകൾ നിലവിലുണ്ടായിരുന്ന പദ്ധതിയായിരുന്നു ILGMS അല്ലെ. ILGMSനെ സംയോജിപ്പിച്ചാണ് ഏത് പദ്ധതിക്ക് രൂപം നൽകിയത്? കെ സ്മാർട്ടിന് രൂപീകരിച്ചത്. ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പ്, ഈ ആപ്പ് ആരാണ് വികസിപ്പിച്ചത്? ഇൻഫോർമേഷൻ കേരള മിഷൻ. ആരാണ്? ഇൻഫോർമേഷൻ കേരള മിഷൻ ആണ് ഇത് വികസിപ്പിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങള് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് കെ സ്മാർട്ട് എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ പിന്നെ നമ്മളോട് അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പറയാം. അതായത് താഴെ പറയുന്നവയിൽ അടുത്ത, ഇതിപ്പോ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നത് ഏതാന്ന് ചോദിച്ചപ്പോ കെ സ്മാർട്ട് ആണ്. അപ്പൊ കെ സ്മാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ പറഞ്ഞു തന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ചോദ്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ചോദ്യം? ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണം, എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത് എന്ന LGS ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഓപ്ഷനിൽ തന്നേക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണോ, ബയോസ്ഫിയർ റിസർവുകളാണോ, നാഷണൽ പാർക്കുകളാണോ, വന്യജീവി സങ്കേതങ്ങളാണോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണമായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോ ഇത് എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമാണോ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ മാത്രമാണോ എക്സിറ്റു എന്താ പറയാ കൺസർവേഷന് ഉദാഹരണമായിട്ടുള്ളത്? ഇനി അടുത്ത പ്രാവശ്യം ഓപ്ഷനിൽ വേറെ തന്നാലോ? അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ജൈവ വൈവിധ്യ സംരക്ഷണം. എന്താണ് ജൈവ വൈവിധ്യ സംരക്ഷണം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ ജൈവ വൈവിധ്യ സംരക്ഷണം നടക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് എന്താണ്? എക്സിറ്റു കൺസർവേഷൻ വഴി. എന്താണ്? എക്സിറ്റു കൺസർവേഷൻ വഴി നടക്കും. അടുത്തത് എങ്ങനെയാണ്? ഇൻസിറ്റു കൺസർവേഷൻ വഴി നടക്കും. എങ്ങനെയാണ്? ഇൻസിറ്റു കൺസർവേഷൻ വഴി. അപ്പൊ എന്താണ് എക്സിറ്റു, എന്താണ് ഇൻസിറ്റു എന്ന് നമുക്ക് പഠിക്കണം. ജീവജാലങ്ങൾ ഉണ്ടാവുമല്ലോ, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ്. അപ്പൊ എന്താണ്? ജീവജാലങ്ങളെ എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെ എക്സിറ്റു കൺസർവേഷൻ എന്നും, ജീവജാലങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവജാലങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നവനെ ഇൻസിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവ എവിടെയാണോ അവരുടെ ആവാസ വ്യവസ്ഥ അവിടെ തന്നെ അവയെ സംരക്ഷിക്കുക. അപ്പൊ അതിന് എന്തായിരിക്കും? നാഷണൽ പാർക്കുകള് അല്ലെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ തന്നെ എന്താ പറയാ കമ്മ്യൂണിറ്റി റിസർവുകള്, പിന്നെന്താ പറയാ ബയോസ്ഫിയർ റിസർവുകള്, അതുപോലെ തന്നെ കാവുകള് ട്ടോ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അപ്പൊ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം എന്താണ്? എന്തൊക്കെയാണ്? ഒന്ന് സുവോളജിക്കൽ പാർക്കുകള്. എന്താണ് സുവോളജിക്കൽ പാർക്കുകള്? അടുത്തത് ജീൻ ബാങ്കുകള്. എന്താണ് ജീൻ ബാങ്കുകള്? അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡനുകള്. ഇതൊക്കെ തന്നെ എന്തിനുദാഹരണമാണ്? എക്സിറ്റു. അത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്താണ്. സുവോളജിക്കൽ പാർക്കിലൊക്കെ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സംരക്ഷിക്കണം അല്ലെ. നാഷണൽ പാർക്കുകളൊക്കെ എങ്ങനെയാ? ചില ആവാസ വ്യവസ്ഥയില് ഇപ്പൊ നമുക്കറിയാം ധാരാളം ഇരവികുളത്ത് ധാരാളം വരയാടുകളെ കാണപ്പെടുന്നു. അപ്പൊ ആ വരയാടുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ പ്രദേശത്തെ നമ്മള് സംരക്ഷിത വനപ്രദേശമായി പ്രഖ്യാപിച്ചു, നാഷണൽ പാർക്കായി, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിട്ട് നമ്മൾ എന്താണ് പറമ്പിക്കുളത്തെ പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെ
പറയില്ലേ കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, അതൊക്കെ അവിടെ തന്നെ ആ ജീവജാലങ്ങളുണ്ട്, അവരുടെ ആവാസ വ്യവസ്ഥ അത് തന്നെയാണ്. പക്ഷെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അവയെ സംരക്ഷിക്കുമ്പോൾ എന്തു പറയുന്നു? എക്സിറ്റു കൺസർവേഷൻ എന്നുള്ള പേരിലാണ് പറയുന്നത്. അപ്പോ ഈ എന്താ പറയാ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ സുവോളജിക്കൽ ഗാർഡനുകൾ, ഇപ്പൊ ഒരെണ്ണം പറഞ്ഞു നമ്മൾ സുവോളജിക്കൽ പാർക്കുകൾ. അതായത് എന്താണ് ഈ പറയണേ, കേരളത്തിലെ തിരുവനന്തപുരം, തൃശ്ശൂർ അവിടെയൊക്കെ സുവോളജിക്കൽ പാർക്കുകൾ ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിച്ച് അവരുടെ വംശവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ആ ഒരു സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകളൊക്കെ അല്ലെ. അതായത് പല ഇനത്തിൽപ്പെട്ട ജന്തുക്കൾ അവിടെ ഉണ്ടാവും, അവയെ പാർപ്പിച്ച് പരിപാലിച്ച് വംശവർദ്ധനവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇനി എന്താ, വംശനാശം സംഭവിച്ച ജീവികളെയൊക്കെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ സുവോളജിക്കൽ പാർക്ക് അങ്ങനെയൊക്കെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണം, രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെയാണ് സുവോളജിക്കൽ പാർക്ക്. ഇനി എന്താ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുള്ളൂ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇപ്പൊ പാലോട്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരത്തുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് എന്താ പറയാ, ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ്, എവിടെയാണ്? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് കേട്ടിട്ടുണ്ടാവും അല്ലെ. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെ, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അതേതാണ്? പാലോടാണ്. ആ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, തിരുവനന്തപുരത്താണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോടാണ് കൂടുതലും ചോദിക്കാറ്. പാലോട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ എന്താണ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ട്ടോ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കോഴിക്കോടാണ്. കോഴിക്കോട് ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ മനസ്സിലായി, സുവോളജിക്കൽ പാർക്ക് മനസ്സിലായി. അടുത്ത ജീൻ ബാങ്ക് എന്താ? വിത്തുകള് അല്ലെ, അതുപോലെ തന്നെ എന്താ പറയാ, ബീജങ്ങള് മുതലായവ ശേഖരിച്ച് വെച്ചിട്ട് ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഗവേഷണ കേന്ദ്രങ്ങളെയാണ്, അത്തരം സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ജീൻ ബാങ്ക്. അപ്പൊ ജീൻ ബാങ്കിൽ എന്താ? വിത്തുകളും ബീജങ്ങളും അല്ലെ, അതൊക്കെയാണ് സംരക്ഷിക്കുക. വിത്ത് അതുപോലെ തന്നെ ബീജം അതൊക്കെ സംരക്ഷിക്കാനുള്ളതാണ് ഇത്. ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. എന്താണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്തുള്ളത് ജീൻ ബാങ്കിന് ഉദാഹരണമാണ് എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നാഷണൽ പാർക്ക്. എന്താണ്? വന്യജീവികളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഈ ഇരവികുളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളില് വന്യജീവികൾ മാത്രമല്ല, നമ്മൾ ചോല പുൽമേടുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ എന്താണ്, പ്രകൃതി വിഭവങ്ങളാവാം അവിടെ ഉണ്ടാവുക, ചിലപ്പോൾ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേക സവിശേഷതകളുള്ള എന്തുണ്ടാവാം, ഭൂമി ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ചോല പുൽമേട്, ആനമുടി ചോല, പാമ്പാടും ചോല അല്ലെ, അതുപോലെ തന്നെ മതികെട്ടാൻ ചോല തുടങ്ങിയവ, ഇരവികുളം, സൈലന്റ് വാലി, അതൊക്കെ നാഷണൽ പാർക്കുകളാണ്. അവിടെ അതിനെയൊക്കെ സംരക്ഷിക്കുന്നു. അപ്പൊ ഈ പെരിയാറ് അങ്ങനെയുള്ളതൊക്കെ, വയനാട് തുടങ്ങിയതൊക്കെ എന്താണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയാ. അവിടെ എന്താണ്, ആവാസ വ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങള്. അപ്പോ ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാൻ രൂപീകരിച്ചിട്ടുള്ളതാണ് വന്യജീവി സങ്കേതങ്ങൾ. അപ്പൊ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ അല്ലെ, നമ്മൾ ഇവിടെ പറഞ്ഞു ഏതാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകള്, വൈൽഡ് ലൈഫ് സാങ്ച്വറികള്, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്. നമ്മൾ കേട്ടിട്ടുണ്ട് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്, നീലഗിരി ബയോസ്ഫിയർ റിസർവ് അല്ലെ, അതൊക്കെ ബയോസ്ഫിയർ റിസർവുകളാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ്? ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കാനായിട്ട് എന്താ പറയാ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്.
കമ്മ്യൂണിറ്റി റിസർവ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്, മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് എന്ത് കമ്മ്യൂണിറ്റി റിസർവ്, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള എവിടെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ. അവിടെ എന്താണ് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംരക്ഷിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. അപ്പൊ കാവാണെങ്കിലോ മനുഷ്യപ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖല, വളരെ കുറച്ച് ഏരിയ ഉണ്ടാവുള്ളൂ കാവുകളൊക്കെ അല്ലെ. അപ്പോ എന്താണ് വിസ്തൃതി കുറഞ്ഞതാണ്. കാവുകളെ നിങ്ങൾക്ക് കാവുകൾ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ സീക്രഡ് ഗ്രോവ്സ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ അതാണ് കാവുകള്. അപ്പൊ ഇതെന്താണ് കുറച്ച് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇക്കോളജിക്കൽ സ്പോട്ട് ആണ്. എന്താണ് ഇക്കോളജിക്കൽ സ്പോട്ട്? അപ്പൊ ഇക്കോളജിക്കൽ സ്പോട്ട് എന്താണ്? എന്താ പശ്ചിമഘട്ടം അല്ലെ, എന്താ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ എന്നൊക്കെ പറയുന്നത്, വെസ്റ്റേൺ ഗാട്സ്, നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ഇക്കോളജിക്കൽ സ്പോട്ടുകളാണ്. അപ്പൊ എന്താണ് തദ്ദേശീയമായ ധാരാളം സ്പീഷീസ് ഉണ്ടാവും, അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജൈവ വൈവിധ്യ മേഖലകൾ ഉണ്ടാവും അല്ലെ, അതീവമായിട്ട് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരിക്കും. അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ ഇക്കോളജിക്കൽ സ്പോട്ട് എന്ന് പറയാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാരണം എന്താണ്? താഴെ പറയുന്നവയിൽ എക്സിറ്റു കൺസർവേഷൻ ഏത്, ഇൻസിറ്റു കൺസർവേഷൻ ഏത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. അപ്പൊ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെ എക്സിറ്റു കൺസർവേഷൻ, സുവോളജിക്കൽ പാർക്ക്, ജീൻ ബാങ്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവ വിഭാഗങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നത് ഇൻസിറ്റു കൺസർവേഷൻ, വൈൽഡ് ലൈഫ്, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ. അപ്പൊ ക്ലിയർ ആയില്ലേ എക്സിറ്റു കൺസർവേഷൻ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ചാണ്. ഈ പുതിയ പാർലമെന്റ് മന്ദിരം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചാലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഇതിൽ ഓർത്തു വെക്കാം. പുതിയ പാർലമെന്റ് മന്ദിരം, ഇന്ത്യയുടെ ഏറ്റവും പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2020 ഡിസംബർ മാസം 10-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്ര മോദിയാണ്. ഇദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അല്ലെ. ഉദ്ഘാടനം എന്താണ് ഉദ്ഘാടനം ചെയ്യല്ല, എന്താണ് തറക്കല്ലിട്ടത്. 2020 തറക്കല്ലിടാണ് ചെയ്തത്. തറക്കല്ലിട്ടതിന് ശേഷം 2023 മെയ് മാസം 28-ാം തീയതി അദ്ദേഹം അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെ. ഇനി അടുത്തത് എന്താ പറയുന്നത്, ഈ സംഭവം പണി കഴിപ്പിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ്, എന്ത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്? സെൻട്രൽ എന്താണ് സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ്, സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിച്ചത്. അപ്പൊ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ കരാർ ഏർപ്പെട്ടിരിക്കുന്നത് ആരാണ്? ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ്. ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ് സെൻട്രൽ വിസ്തയുടെ നിർമ്മാണ കരാറിലൊക്കെ ഏർപ്പെട്ടിരുന്ന അവരാണ് നിർമ്മാണ കരാറ് ഏറ്റെടുത്തിരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇതിന്റെ പ്രധാനപ്പെട്ട കവാടങ്ങൾ ഏതൊക്കെയാണ്? കവാടങ്ങളുടെ പേര് ഇതാണ്: ഗ്യാൻ ദ്വാർ, കവാടങ്ങൾ ഗ്യാൻ ദ്വാർ, ശക്തി ദ്വാർ, എന്താണ് ശക്തി ദ്വാർ, അടുത്തത് കർമ്മദ്വാർ എന്നിവയാണ് പ്രധാനപ്പെട്ട കവാടങ്ങള്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ത്രികോണ ആകൃതിയിലാണ്. എങ്ങനെയാണ്? ത്രികോണ ആകൃതി എന്താണ്? ത്രികോണ ആകൃതിയാണ്. ഇതിൽ ലോക്സഭയുടെ തീം മയില്, രാജ്യസഭയുടെ തീം താമരയുമാണ്. ലോക്സഭയുടെ തീമും രാജ്യസഭയുടെ തീമും. ഇനി പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഈ ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ്. രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ബിമൽ പട്ടേൽ ആണ്. അതിന്റെ ഡിസൈനർ ആരാണ്? ബിമൽ പട്ടേൽ. രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേൽ ആണ് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് എന്താണ്? ലോക്സഭയിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലാണ്. ഏതാണ്? വനിതാ സംവരണ ബില്ലാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അർജുൻ റാം മേഘ്വാൾ ആണ്. നിയമമന്ത്രിയായ
അർജുൻ അർജുൻ റാം മേഘ്വാൾ. അർജുൻ റാം മേഘ്വാൾ ആണ് അത് അവതരിപ്പിച്ചത് എന്നും കൂടി ഓർക്കുക. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്മരണാർത്ഥം നമ്മളൊരു നാണയം പുറത്തിറക്കി. അത് എത്ര രൂപയുടെ നാണയമാണ്? 75 രൂപയുടെ നാണയമാണ്. 75 രൂപ നാണയമാണ്. ക്ലിയർ ആയില്ലേ? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ശില്പ ഗാലറി എന്താണ്? ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ഒരു മലയാളിയാണ്. ആരാണ്? ജയ ജെയ്റ്റ്ലിയാണ്. ജയ ജെയ്റ്റ്ലിയാണ്. പുതിയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ MP ആരാണെന്നും കൂടി ഓർത്തു വെക്കുക. സത്നാം സിംഗ് സന്ധു ആണ്. സത്നാം സിംഗ് സന്ധു ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് രൂപത്തിലും ചോദിക്കാൻ പറ്റിയതാണ്. 2023 ഉണ്ടായിട്ടുള്ള അല്ലേ. അപ്പൊ വളരെ വെറൈറ്റി ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എപ്പോഴും നമ്മൾ എക്സിറ്റു കൺസർവേഷൻ ഇൻസിറ്റു ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ കേസ്മാർട്ടും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഈ 3 ടോപ്പിക്കുകളും ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം.